സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ലോകത്തിലെ തകർച്ചയോർത്ത് വേദനിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു. അങ്ങ് സൃഷ്ടിച്ച നല്ല ലോകം പാപമൂലം വഷളായിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ വചനത്തിലെ സത്യങ്ങളെ വെല്ലുവിളിക്കുകയും അങ്ങ് വെറുത്തുന്ന കാര്യങ്ങളെ ആഘോഷിക്കുകയും ചെയ്യുന്നൊരു സംസ്കാരത്തെ ഞങ്ങൾ കാണുന്നു. പിതാവേ, LGBTQ+ പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ട ഞങ്ങളുടെ രാഷ്ട്രത്തിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ലൈംഗികതയും വിവാഹത്തെയും കുറിച്ചുള്ള സൃഷ്ടിപരമായ ഉദ്ദേശങ്ങളെ വളച്ചൊടിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നു. കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു, കുട്ടികൾ ആശയക്കുഴപ്പത്തിലാകുന്നു, അനേകർ ദോഷകരമായ ജീവിതശൈലിയിലേക്ക് വഞ്ചിക്കപ്പെടുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അങ്ങ് സ്പർശിക്കണമേ. അവർ അകപ്പെട്ടിരിക്കുന്ന കള്ളങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. അവരെ അങ്ങയുടെ സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും ആകർഷിക്കണമേ. യേശുക്രിസ്തുവിലുള്ള മാനസാന്തരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും അവർക്ക് സൗഖ്യവും സ്വാതന്ത്ര്യവും കണ്ടെത്താനിടയാക്കണമേ. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർപിരിയലിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും വേദന അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ സമാധാനവും സൗഖ്യവും നൽകണമേ. ലൈംഗിക ആശയക്കുഴപ്പത്തിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംരക്ഷിക്കണമേ. വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ജ്ഞാനവും ശക്തിയും നൽകണമേ. പിതാവേ, ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും പരിഹാസങ്ങൾക്കുമെതിരെ അങ്ങയുടെ സത്യത്തിനുവേണ്ടി ഉറച്ചു നിൽക്കാൻ സഭയെ ശക്തീകരിക്കണമേ. സ്നേഹത്തിൽ സത്യം സംസാരിക്കാനും പാപത്തിനെതിരെ നിലകൊള്ളാനും എന്നാൽ പാപിക്ക് നേരെ അങ്ങയുടെ കൃപയും കരുണയും നീട്ടാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. വഞ്ചിക്കപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാനും അങ്ങയുടെ നാമത്തിൽ വിടുതലിനായി നിലവിളിക്കാനും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ അങ്ങയുടെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. യേശുവിന്റെ ശക്തമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ.